അങ്ങനെ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. നമ്മുടെ ആങ്ങളമാരും ഒരു പെങ്ങളും ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിനകത്ത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത്. അതായത് ഈ ഒരു ഗെയിമിനിടയ്ക്ക് പോലും നന്ദനയ്ക്ക് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി വിട്ടുകൊടുത്ത സ്നേഹനിധിയായ നന്മമരങ്ങളായ ആങ്ങളമാരുടെ കഥയാണ് ഇപ്പോൾ കഴിഞ്ഞ വീക്ക് നമ്മൾ കണ്ടത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊരു അത്യാവശ്യ കാര്യമായിരുന്നു. കാര്യം ഇവരവിടെ ഇരുന്ന് അങ്ങ് ഗെയിം പ്ലാനിങ്ങാണ്, ഭയങ്കര ഗെയിം പ്ലാനിങ്. ഇവർ ഔട്ടാവും, അവർ ഔട്ടാവും, ആരെ നോമിനേറ്റ് ചെയ്യണം, നന്ദനയ്ക്ക് വീട് വെക്കാനുള്ള പൈസ ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് നന്ദനെ സേവ് ചെയ്ത് നിർത്തണം, ഈ വീക്ക് നന്ദനെ പുറത്തു പോകാതിരിക്കാനുള്ള പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കര നന്ദനെ സേവ് ചെയ്യുക, ഭയങ്കര ആങ്ങളമാരും ഭയങ്കര ഒരു പെങ്ങളും. ഇതാണിപ്പോൾ ബിഗ് ബോസിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യം വേറെ ആരെങ്കിലും ആയിരുന്നു അവിടെ ചെയ്തിരുന്നെങ്കിൽ ഇവരെല്ലാം കൂടെ അതിനെ ഒരു ഗെയിമാക്കി എടുത്തേനെ. സത്യം പറഞ്ഞാൽ സായിയുടെയൊക്കെ ഗെയിം പ്ലാനും ഗെയിമും ഒക്കെ കണ്ടാൽ ഇതെന്തുവായി നടക്കുന്ന ബിഗ് ബോസ് തന്നെ ആണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലാണ് സായിയുടെ ഓരോ ഗെയിം പ്ലാൻ. നന്മമരം കളിക്കുകയാണ് അവിടെ പോയി നിന്നുകൊണ്ട്. എന്തോ ഒരു സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ തന്നെ സായി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അവിടെ ചെന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. സായിയുടെ ചെയ്യുന്ന വീഡിയോസും സായിയും ഇപ്പം ഈ ബിഗ് ബോസ് കാണിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരു ബന്ധവും ഇല്ല. അതുപോലെ തന്നെ സിജോ ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടത്തുമെന്ന്. ഒന്നും ഉണ്ടായില്ല. വന്ന ദിവസം കാട്ടുതീ ആകുമെന്നും ഭയങ്കര ഫയർ ആകുമെന്നൊക്കെ പറഞ്ഞത് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫയർ ഞാൻ ഇതുവരെയും കാണുന്നില്ല. ഗെയിമിൽ ഇങ്ങനെ തവിഞ്ഞ് താഴോട്ട് പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ആകെ കൂടെ ഗെയിം കളിക്കുന്നത് നന്ദനക്കുട്ടി, പിന്നെ നന്ദനക്കുട്ടി അല്ലല്ലോ, ഇവരെ അനിയത്തിക്കുട്ടിയും ആങ്ങളമാരും എന്ന സ്റ്റോറി മാത്രമാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗെയിമും കാണുന്നില്ല. എനിക്കൊന്ന് അഭിഷേകിപ്പിച്ചിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിലേക്ക് ഇറങ്ങുന്നുമുണ്ട്. എന്തായാലും ലാലേട്ടൻ ഇവരുടെ ഗെയിമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ നടന്ന ആ ഒരു ടാസ്കിൽ നന്ദനയ്ക്ക് ആ ഒരു സ്കോർ കിട്ടാൻ കാരണമായ റീസണിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും ആരൊക്കെയാണ് പുറത്തേക്ക് പോകാൻ പോകുന്നതെന്നും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.